അഭിരുചി പരീക്ഷകളെ സയന്റിഫിക് ആക്കുന്ന അടുത്ത ഒരു കാര്യമാണ് റിലയബിലിറ്റി എന്നുള്ളൊരു കാര്യം. റിലയബിലിറ്റി എന്താന്ന് വെച്ചാല് നിങ്ങൾ ഒരു അഭിരുചി പരീക്ഷയിൽ അബ്സ്ട്രാക്ട് റീസണിങ് മെഷർ ചെയ്യാണ് എന്ന് വിചാരിക്കുക. അപ്പോ പ്രശ്നം എന്ന് വെച്ചാല് ഇന്ന് മെഷർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 100-45 കാണിച്ചു, നാളെ മെഷർ ചെയ്യുമ്പോൾ അത് 85 കാണിക്കുന്നു, മൂന്നാമത്തെ ദിവസം മെഷർ ചെയ്യുമ്പോൾ 15 കാണിക്കുന്നു. ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് ഈ റിസൾട്ടുകൾ തമ്മിൽ ഒരു കൺസിസ്റ്റൻസി ഇല്ല. കാരണം ഹൈലി ഇൻകൺസിസ്റ്റന്റ് ആണ് എന്നൊരു കാര്യമുണ്ട്. ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്താണോ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അബ്സ്ട്രാക്ട് റീസണിങ്ങോ വെർബൽ റീസണിങ്ങോ ന്യൂമറിക്കൽ റീസണിങ്ങോ എന്തായാലും അതിന്റെ മെഷർമെന്റ്സ് തമ്മിൽ ഒരു കൺസിസ്റ്റൻസി വേണം. അതായത് ഇന്നും നാളെയും 3 ദിവസം കഴിഞ്ഞും നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടുകൾ തമ്മിൽ വലിയൊരു വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. എന്തുകൊണ്ടാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളിൽ ഇതൊരു റിലവന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾക്ക് അബ്സ്ട്രാക്ട് റീസണിങ്ങിന് ഭയങ്കര ഹൈ ആയിട്ടുള്ള ഒരു സ്കോർ കിട്ടി എന്ന് വിചാരിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഹറന്റ് ആയിട്ട് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ ഡിഡ്യൂസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് വളരെ കുറവായിട്ടുള്ള ഒരു സ്കോർ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ സെയിം സ്കില്ല് പോയി എന്ന് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. അപ്പൊ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു ദിവസം എഞ്ചിനീയറിംഗ് സജസ്റ്റ് ചെയ്തിട്ട് വേറൊരു ദിവസം നിങ്ങൾ ഹിസ്റ്ററി പഠിക്കാൻ സ്യൂട്ടബിൾ ആണ് എന്ന് അസ്യൂം ചെയ്യും ആൾക്കാർ. എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആൾക്കാരുടെ പ്രശ്നമല്ല, ടെസ്റ്റുകൾ കംപ്ലീറ്റ്ലി അൺറിലയബിൾ ആകുന്നതിന്റെ പ്രശ്നമാണ്. താങ്ക് യു സോ മച്ച്.